ഈശോയിൽ പ്രിയമുള്ള കുട്ടികളെ, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. 10 വർഷത്തെ വിശ്വാസ പരിശീലന ജീവിതത്തിൽ അതിനുശേഷമുള്ള ഒരു ഡിപ്ലോമ കാലഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഇത്ര നാള് കുട്ടികളായിരുന്നെങ്കിൽ ചേട്ടന്മാരും ചേച്ചിമാരുമായിട്ട് മാറുന്ന ആ തലത്തിലേക്ക് നമ്മൾ മാറുകയാണ്. നമ്മളുടെ ജീവിതം തന്നെ സ്കൂൾ തലത്തിലായാലും വിശ്വാസ പരിശീലന തലത്തിലായാലും വീട്ടിലായാലും നമ്മളെ ഒന്നുകൂടി മുതിർന്നവരായിട്ട് കാണുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വളർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക്, ഈ 11ാം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. മക്കളെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നമ്മൾ എപ്പോഴും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യത്തിന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കണം. എപ്പോഴും അവിടുത്തെ നാമത്തിലാണ് നമ്മൾ എന്തും ആരംഭിക്കേണ്ടത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ അരുളി ചെയ്തിട്ടുള്ള വാക്കുകളെ നമുക്ക് ഓർക്കാം. ഈ 11ാം ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇത്ര വർഷം നമ്മളെ പഠിപ്പിച്ച, നമ്മൾക്ക് വേണ്ടി ഓരോ ദിവസവും ക്ലാസ്സുകൾ എടുത്ത എല്ലാ ടീച്ചേഴ്സിനും നമുക്ക് നന്ദി പറയാം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് നന്ദി പറയാം. ഇപ്പോഴും ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ വിവിധ ഭവനങ്ങളിൽ നിന്നുള്ളവരാണ്. ഒരേ മനസ്സോടുകൂടി ഇവിടെ ആയിരിക്കുവാനായിട്ട് പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാനുമായിട്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ സഹായം നമുക്ക് നേടാം. പരിശുദ്ധാമ്മയുടെയും സകല വിശുദ്ധരുടെയും വലിയ മാധ്യസ്ഥവും നമുക്ക് യാചിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള കുട്ടികളെ, നമ്മളുടെ ക്ലാസ്സുകൾ, നമ്മളുടെ വിശ്വാസ പരിശീലനം 1-ാം ക്ലാസ് മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രക്ഷയുടെ പാതയിൽ എന്ന ഒരു സീരീസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സീരീസിന്റെ 11ാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമ്മൾ പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്ക് ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും. ഈ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ടെക്സ്റ്റ് ബുക്കിനെ 2ആയി തിരിച്ച് നമുക്ക് വോളിയം 1 ഡിപ്ലോമ 1-ാം ക്ലാസ്സിലും, അതായത് +1 ക്ലാസ്സുകളിലും, അതിൻ്റെ വോളിയം 2 ആണ് നിങ്ങൾ അടുത്ത വർഷം പഠിക്കേണ്ടത്. അപ്പോൾ ഈ സീരീസിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ 11ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതെങ്കിലും ഇത്ര നാൾ പഠിച്ചത് അത് പ്രാക്ടിക്കലി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നുള്ള ഒരു പ്രാക്ടിക്കൽ തലത്തിലേക്ക് കൂടി നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ പാഠപുസ്തകത്തെ നമുക്ക് 12 ചാപ്റ്ററുകളെ 3 ക്ലസ്റ്ററായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. അതായത് 1 മുതൽ 6 വരെ നമുക്ക് ഒരു ക്ലസ്റ്ററായിട്ടാണ് അതിനെ തിരിക്കുക. അധ്യായം 1 ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥവും അനന്യതയും വ്യക്തമാക്കുന്നു. അധ്യായം 2 ഈശോ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണെന്ന് ബോധ്യപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. അധ്യായം 3, 4, 5, 6 4 അധ്യായങ്ങള് യഥാക്രമം ക്രൈസ്തവ വിശ്വാസത്തിന്റെ 4 തൂണുകൾ എന്ന് പറയുന്ന വിശ്വാസം, വിശ്വാസത്തിന്റെ ആഘോഷമായ ആരാധനക്രമം, ദൈവകൽപ്പനകൾ, പ്രാർത്ഥന എന്നിവയിലൂന്നിയിട്ടുള്ള ജീവിതത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയാനായിട്ട് നമ്മെ സഹായിക്കുന്നു. 2-ാം ക്ലസ്റ്റർ എന്ന് പറയുന്നത് 7, 8, 9 എന്നീ അധ്യായങ്ങൾ ഉൾപ്പെടുന്നതാണ്. ധാർമ്മിക ജീവിതത്തിലുണ്ടായിരിക്കേണ്ട ക്രൈസ്തവ മനസ്സാക്ഷി, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന ശിലയായ വിശുദ്ധ ബൈബിൾ, വചനാധിഷ്ഠിത ജീവിതം എന്നിവയിലേക്ക് നയിക്കുന്നതാണ് 2-ാം ക്ലസ്റ്ററിലെ പാഠങ്ങൾ. 3-ാമത്തെ ക്ലസ്റ്ററിൽ, അതായത് 10, 11, 12 അധ്യായങ്ങൾ
നമ്മൾ പഠിക്കുക സാമൂഹ്യ ജീവിതത്തിൽ തിന്മയെ അതിജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ക്രിസ്തീയ ജീവിതം പ്രദാനം ചെയ്യുന്ന സന്തോഷം, സമൂഹത്തിൽ നമ്മുടെ ദൗത്യം എന്നിവയെ ബോധ്യതലങ്ങളിലേക്ക് ഉയർത്തുന്ന പാഠങ്ങളാണ്. ഞാനൊരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ പേര് ആന്റോണി റേ ഹിൻഡൺ എന്നാണ്. ഇദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ലോകം എന്ന് ഇദ്ദേഹത്തെ അറിയുവാനായിട്ട് സഹായിച്ചത്. 2018 ആണ് ഈ പുസ്തകം ഇറങ്ങിയത്. ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലറായിരുന്ന ഈ പുസ്തകം എഴുതിയ ഇദ്ദേഹത്തിന്റെ കഥ തന്നെയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുക. കറുത്ത വർഗ്ഗക്കാരനായ ബ്ലാക്ക്മെൻ ആയിട്ടുള്ള, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിൽ ജീവിച്ചിരുന്ന അവസരത്തിൽ അദ്ദേഹം ഒരു കേസിൽ പെടുകയാണ്. ആ കേസിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കേസ് നടത്തുവാൻ വരെ അദ്ദേഹത്തിന് പണമില്ല, സാഹചര്യമില്ല. ആ അവസരത്തിൽ അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ജയിലിലേക്ക് കൊണ്ടുപോയി ജയിലിൽ 30 വർഷം തടവിൽ കിടന്ന് പ്രത്യാശയോടെ ജീവിച്ച് തൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ജയിലിൽ നിന്ന് മോചിതനാവുക, താൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന ആ വ്യക്തി അതിൽ നിന്ന് മോചിതനായി സമൂഹത്തിന്റെ മുൻപിൽ ഞാൻ ശരിയാണ് എന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, ദ സൺ ഡസ് ഷൈൻ. ഈ പുസ്തകത്തിലൂടെ ഇദ്ദേഹം പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട്, ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ലെസ്റ്റർ. അതായത് എല്ലാ ആഴ്ചയിലും 30 വർഷം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ജയിലിൽ ക്യൂ നിന്ന് സമയം കണ്ടെത്തി തന്നെ കണ്ടെത്തുവാൻ വന്ന ആ സുഹൃത്ത് ആണ് വലിയ പ്രതീക്ഷകൾ നൽകിയത് ഇദ്ദേഹത്തിന്. ആ സുഹൃത്ത് എന്നും നാട്ടിൽ എന്താണ് നടക്കുന്നതെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും എന്താണ് നിന്റെ വീട്ടിലെന്നും എല്ലാം എല്ലാ ആഴ്ചയിലും വരുമോ അറിയിച്ചു കൊണ്ടിരുന്നു. വലിയ പ്രതീക്ഷയാണ് ഈ സുഹൃത്ത് നൽകിയത്. ഈ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുക ക്രിസ്തീയ ജീവിതം അർത്ഥവും വ്യാപ്തിയുമാണ്. അതായത് നമ്മുടെ ജീവിത ലക്ഷ്യം, ഒരു ക്രിസ്ത്യാനിയായ നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും അത് താരതമ്യം ചെയ്തുകൊണ്ട് തത്വചിന്തകളിലൂടെ എങ്ങനെ ദർശനത്തെ കാണാമെന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്താണ് ദർശനം? ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുന്ന തത്വചിന്തകളാണ് ദർശനം. നമുക്ക് കുറെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കുറെ ദർശനങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഗ്രീക്ക് ദർശനം, ഗ്രീക്കുകാർ പറയുക നന്മയിലും അറിവിലും പരമാവധി വളരുക, അതാണ് ഗ്രീക്കുകാരുടെ ദർശനം. ഹൈന്ദവ ദർശനം എന്ന് പറഞ്ഞാൽ ആത്മീയ വളർച്ച, മോക്ഷപ്രാപ്തി, ആത്മസാക്ഷാത്കാരം. ഹൈന്ദവര് ഈ ചിന്തകളിലൂടെയാണ് മുന്നേറുന്നത്. ബുദ്ധദർശനം എന്താണെന്ന് വെച്ചാൽ സഹനത്തെ ഉദാത്തീകരിച്ചും അഷ്ടാംഗമാർഗം പിന്തുടർന്നും ബോധോദയം കൈവരിക്കുക. ചാർവാക ദർശനം അതിങ്ങനെയാണ് ശരീരസുഖങ്ങൾ ആസ്വദിച്ച് നൈമിഷികമായ ആനന്ദത്തിൽ ജീവിക്കുക. നമ്മൾ കേട്ടിട്ടുണ്ട് കൺഫ്യൂഷനിസം. അവരുടെ ദർശനം ഇങ്ങനെയാണ്: സന്മാർഗികത, സാമൂഹിക ഉത്തരവാദിത്വം, പൊതുക്ഷേമം എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രവർത്തിക്കുക. ഗാന്ധിസം സത്യത്തിലൂടെയും അഹിംസയിലൂടെയും ആത്മസാക്ഷാത്കാരം കൈവരിക്കുക. ഗാന്ധി പറഞ്ഞിരിക്കുന്ന തത്വം അങ്ങനെയാണ്. മാർക്സിസം വർഗസമരത്തിലൂടെ വർഗരഹിത സമത്വം സമൂഹം നിർമ്മിക്കുക. ഇതെല്ലാം മറ്റു ദർശനങ്ങളാണ്. ക്രിസ്തീയ ജീവിത ദർശനത്തെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ കൂടുതൽ പരാമർശിക്കുക.
ക്രിസ്തീയ ജീവിത ദർശനത്തിൻ്റെ അനന്യത അഥവാ യുണീക്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ രക്ഷകനായ മിശിഹായെ കണ്ടെത്തുക എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എ സേവിയർ ഹാസ് ബീൻ ബോൺ ടു യു, ഹി ഈസ് എ മിശിഹ, ദ ലോർഡ്. രക്ഷകനായ ദൈവം നിനക്കായി ജനിച്ചിരിക്കുന്നു, അവൻ കർത്താവായ മിശിഹായാണ്. മിശിഹായെ രക്ഷകനും ദൈവവുമായി കണ്ടെത്തുകയാണ് ക്രിസ്തീയ ജീവിത ദർശനത്തിന്റെ അനന്യത. ഏകരക്ഷകനായ ദൈവത്തെ കണ്ടെത്തലാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അനന്യത. ക്രിസ്തീയ ജീവിതം ആരംഭിക്കേണ്ടത് കർത്താവായ ഈശോയുമായുള്ള ഒരു കണ്ടുമുട്ടലിൽ നിന്നാണ്. എന്താണ് ക്രിസ്തീയ ജീവിതം? ദൈവപുത്രനായ ഈശോ മിശിഹായുടെ സുവിശേഷവും സഭാ പ്രബോധനങ്ങളും അനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിത ശൈലിയാണ് ക്രിസ്തീയ ജീവിതം. ഒന്നുകൂടി പറഞ്ഞേ, ദൈവപുത്രനായ ഈശോ മിശിഹായുടെ സുവിശേഷവും സഭാ പ്രബോധനങ്ങളും അനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിത ശൈലിയാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം സ്വന്തമാക്കുവാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന്, പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ഈശോ മിശിഹായെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഏറ്റുപറയുക. വിശുദ്ധ പത്രോസിനെ നമുക്കറിയാം, ശിഷ്യന്മാരിൽ പ്രാധാനിയായിട്ട് നമ്മുടെ സഭയുടെ തലവനായിട്ട് ഈശോ അധികാരപ്പെടുത്തിയ പ്രധാന ശിഷ്യൻ. ഞാൻ ആരാണ് എന്ന് ഈശോ ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ ഉത്തരമാണ് അവിടെ പത്രോസിന് സഭയെ നയിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഉത്തരമായി മാറിയത്. അതുപോലെ തന്നെ സക്കേവൂസിനെ നമുക്ക് പരിചയമുണ്ട്. തൻ്റെ കുറവുകളെ മനസ്സിലാക്കി ഉയരത്തിൽ നിൽക്കുന്ന മതിലുകൾ ആകുന്ന ആളുകളുടെ അപ്പുറത്തേക്ക് ഈശോയെ കാണണമെങ്കിൽ താനും മുകളിലേക്ക് കയറണമെന്ന് ചിന്തിച്ച് സിക്കമോർ മരത്തിന്റെ മുകളിൽ കയറിയ ആ സക്കേവൂസ് എന്ന് പറയുന്ന വ്യക്തിയെയും നമുക്കറിയാം. ഇവരെല്ലാവരും വിശ്വാസത്തിൽ അടിയുറച്ച് ഈശോ മിശിഹായെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഏറ്റുപറഞ്ഞവരാണ്. നമുക്കും ഈ ക്രിസ്തീയ വിശ്വാസത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ, ആ ജീവിത ലക്ഷ്യത്തിന്റെ അടയാളമായി മാറുവാനായിട്ട് ഉദാത്തമായ ഒന്നാമത്തെ കാര്യം ഇതാണ്: ഏറ്റുപറയുക. വിശ്വാസത്തിൽ അടിയുറച്ച്, പരിശുദ്ധ തൃത്വത്തില് ഉള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ഈശോ മിശിഹായെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഏറ്റുപറയുക. രണ്ടാമതാണ് മാമോദീസ വഴി മിശിഹായുടെ മൗതിക ശരീരമാകുന്ന സഭയിൽ അംഗമാവുക. ഈ സഭയുടെ അംഗമാവുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റുപറയുകയാണ്, നമ്മൾ സഭയുടെ എല്ലാ വിശ്വാസ സത്യങ്ങളെയും ഏറ്റുപറയുകയാണ്. ഈശോ നിക്കോദേമോസിനോട് പറഞ്ഞ വാക്കുകള് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യത്തിലുണ്ട്. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതുപോലെ തന്നെ ഈശോ ശിഷ്യരോട് പറഞ്ഞത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 16 വരെ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിച്ച്
സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. അപ്പോൾ തന്നെ പത്രോസ് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും മിശിഹായുടെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. രക്ഷ പ്രാപിക്കുന്നതിന് മാമോദീസ ആവശ്യമാണെന്ന് ഈ വചനങ്ങൾ വ്യക്തമാക്കുകയാണ്. മൂന്നാമത്തെ പോയിന്റ്, ഈശോയുടെ സുവിശേഷം അനുസരിച്ചും സഭയുടെ പ്രബോധനങ്ങൾ അനുസരിച്ചും ജീവിക്കുക എന്നുള്ളതാണ്. ഈശോയുടെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ സുവിശേഷത്തെ അറിയുക, വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുക, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, നന്മയിലൂടെ എങ്ങനെ നിത്യരക്ഷയിലേക്ക് നടന്നെത്താം, വഴിയും സത്യവും ജീവനുമായ ദൈവത്തെ എങ്ങനെ കണ്ടെത്താം എന്നെല്ലാം ഈ സുവിശേഷങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ വ്യക്തമാകുന്നു. അതുപോലെ തന്നെ സഭയുടെ പ്രബോധനങ്ങൾ, ദ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച്, സഭയുടെ ടീച്ചിങ്സ് നമ്മൾ പഠിക്കണം. സഭ നമ്മളെ സുവിശേഷങ്ങളിലൂടെ സഞ്ചരിച്ച് എങ്ങനെ ഉദാശകളിലൂടെ നിർമ്മലരായി ജീവിച്ചുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കാം എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അടുത്തത് നാലാമത്തെ പോയിന്റ്, പ്രേക്ഷിത അഭിമുഖമുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. പല രീതിയിൽ നമുക്ക് പ്രേക്ഷിത അഭിമുഖമുള്ളവരായിട്ട് മാറുവാൻ സാധിക്കും. എങ്ങനെയൊക്കെയാണ്? ഒന്ന്, സുവിശേഷ പ്രഘോഷണത്തിലൂടെ നമ്മളായിരിക്കുന്ന അവസരത്തിൽ ഈശോയുടെ സുവിശേഷം എന്താണ് പറയുന്നത് എന്ന് നമ്മുടെ വാക്കുകളിൽ നമുക്ക് മറ്റുള്ളവരെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റുള്ളവർ നമ്മളെ കണ്ട് പറയുവാൻ സാധിക്കും, ഇവൻ ജീവിക്കുന്ന സുവിശേഷത്തിന്റെ സാക്ഷ്യമാണെന്ന്. അടുത്തതായിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ജീവിത സാക്ഷ്യം, നമ്മുടെ സംഭാഷണവും. നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തിയ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക നമ്മുടെ സംഭാഷണത്തിലൂടെയാണ്, നമ്മുടെ ജീവിതത്തിലൂടെയാണ്, ഒരു സാക്ഷ്യമായിട്ടാണ് നമ്മൾ ചെയ്യുക. അടുത്തത് പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് ഉപമയുടെ സാന്നിധ്യം. മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് നമ്മൾ അവർക്ക് സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു സാന്ത്വനത്തിന്റെ വാക്കായിരിക്കാം, ചിലപ്പോൾ അവരെ കണ്ട് രോഗപരിചരണമായിരിക്കാം, അവർക്ക് ഇല്ലാത്ത അവസരങ്ങളിൽ അവർക്ക് സഹായം എന്താണ് ആവശ്യമുള്ളത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തി അറിയിക്കുന്ന അവസരമായിരിക്കാം. ഇതെല്ലാം പ്രേക്ഷിത അഭിമുഖമുള്ളവരായിട്ട് ജീവിക്കുക എന്നുള്ളതിൻ്റെ ഒരു പോയിന്റിൽ വരുന്ന കാര്യമാണ്. അടുത്തതായിട്ട് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ആവശ്യം, ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം. സ്വർഗത്തെ കണ്ടു ജീവിക്കുക, സ്വർഗത്തെ സ്വപ്നം കണ്ടു ജീവിക്കുക. ഊണിലും ഉറക്കത്തിലും നമ്മുടെ ചിന്തകള് സ്വർഗമാണ് എങ്കിൽ നമ്മൾ നന്മയിലൂടെ മാത്രമേ ചരിക്കുകയുള്ളൂ. അപ്പൊ സ്വർഗം സ്വപ്നം കണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അടുത്തതായിട്ട് സ്വർഗം സ്വപ്നം കണ്ട് സ്വർഗത്തിലേക്ക്, ദൈവത്തിന്റെ പക്കലേക്ക് വിശുദ്ധരായി വിളിക്കപ്പെട്ടവരെ പോലെ നമ്മളും വിശുദ്ധരായി മാറുക. ആ വിശുദ്ധ ജീവിതത്തിലേക്ക് അവരെ നയിച്ചത് സുവിശേഷങ്ങളാണ്, സഭയുടെ പ്രബോധനങ്ങളാണ്, നന്മയാണ്, ഈശോയുടെ സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് എങ്കിൽ നമ്മളും ആ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ, ആ ജീവിതത്തിലൂടെ വിശുദ്ധരായി മാറുക എന്നുള്ളതാണ്. വിശുദ്ധരായി ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ വിശുദ്ധരും, നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരുണ്ട്, ഇവരെല്ലാവരും ഈശോയുടെ വാക്കുകൾ അനുസരിച്ച് ജീവിച്ചവരാണ്. ഇന്ന് വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയെന്ന്
ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ന തൻ്റെ അപ്പോസ്തോലിക ആഹ്വാനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശദീകരിക്കുന്നു. ഓരോ വ്യക്തിയും സ്വന്തം രീതിയിൽ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നാം എവിടെയായിരുന്നാലും ആരായിരുന്നാലും സ്നേഹത്തോടെ ജീവിക്കുകയാണ് പ്രധാനം. വിശുദ്ധി എന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. വിശുദ്ധി എല്ലാവർക്കും പ്രാപ്യമാണ്. അത് നമ്മുടെ ഊർജത്തെയോ സജീവത്വത്തെയോ സന്തോഷത്തെയോ നീക്കിക്കളയുകയില്ല, വളർത്തുകയാണ്. സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ ഈശോ അവതരിപ്പിച്ച ജീവിത ശൈലിയാണ് വിശുദ്ധിയുടെ മാർഗം. സ്ഥിരോത്സാഹം, ക്ഷമ, സൗമ്യത എന്നിവ വിശുദ്ധിയുടെ അടയാളങ്ങളാണ്. വിശുദ്ധിയുടെ ജീവിതം തിന്മയ്ക്കെതിരായ നിരന്തര പോരാട്ടമാണ്. ഈ പടപൊരുതൽ സുന്ദരമാണ്. കാരണം ദൈവസഹായത്തോടെ നാം നിരന്തരം വിജയിക്കുന്നു. ക്രിസ്തീയ ജീവിതം ഒരു ജീവിത ശൈലിയാണ്. പരിശുദ്ധാത്മാവനാൽ നയിക്കപ്പെട്ട് ഈശോയെ രക്ഷകനും നാഥനുമായി അംഗീകരിച്ച് ഏറ്റുപറയുകയും മാമോദിസ സ്വീകരിച്ച് ഈശോയുടെ സഭയിൽ അംഗമായി തീരുകയും ചെയ്യുന്നു. ഈശോയുടെയും സഭയുടെയും പ്രബോധനങ്ങൾ അനുസരിച്ച് പ്രേക്ഷിത അഭിമുഖമുള്ളവരായി സ്വർഗം പ്രാപിക്കണമെന്ന ലക്ഷ്യത്തോടെ ഒരു തീർത്ഥാടക സമൂഹമായി ജീവിക്കുന്നു. അതുവഴി തങ്ങളുടെ വിശുദ്ധ ജീവിതത്തിലൂടെ ഈശോയെ സാക്ഷ്യപ്പെടുത്തി ജീവിക്കുന്ന ശൈലിയാണ് ക്രിസ്തീയ ജീവിതം ഒരു ജീവിത ശൈലിയാക്കി മാറ്റുക എന്ന് പറയുക. നമ്മൾ പറഞ്ഞു, ക്രിസ്തീയ ജീവിതം സ്വന്തമാക്കുവാൻ ചെയ്യേണ്ട 5 കാര്യങ്ങൾ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ഈശോ മിശിഹായെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഏറ്റുപറയുക. മാമോദിസ വഴി മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗമാവുക, അതായത് സഭയിൽ അംഗമാവുക. ഈശോയുടെ സുവിശേഷം അനുസരിച്ചും സഭയുടെ പ്രബോധനങ്ങൾ അനുസരിച്ചും ജീവിക്കുക. പ്രേക്ഷിത അഭിമുഖമുള്ളവരായി ജീവിക്കുക. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക. വിശുദ്ധരാവുക. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ലക്ഷ്യം വേണം. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതാണ്: നിത്യരക്ഷ പ്രാപിക്കുക. ക്രിസ്തീയ ജീവിത ശൈലിയിലൂടെ ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് നടന്നെടുക്കുക എന്നുള്ളതാണ്. ഈശോയെ പോലെ ആവുക എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11-ാം അധ്യായം 26 പറയുന്ന പോലെ ക്രിസ്ത്യൻ ലൈക്ക് ക്രൈസ്റ്റ്. ക്രിസ്ത്യാനി ഈശോയെ പോലെയാണ്. ഈശോ പോലെ ആയിരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇത്രയും സമയം എന്നോടൊപ്പമായിരുന്നുകൊണ്ട് എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന, എൻ്റെ ക്ലാസ്സുകൾ ഹൃദയത്തിലേക്ക് എടുത്തുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുക ചരിത്ര പുരുഷനായ ഈശോയെ കുറിച്ചിട്ടാണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് ശനിയാഴ്ച കുറച്ച് സമയമെടുത്ത് ഈ ചാപ്റ്റർ ഒന്ന് വായിക്കുക. ചരിത്ര പുരുഷനായ ഈശോയെ കുറിച്ച് പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ച് അടുത്ത ക്ലാസ്സിൽ എത്തുക. താങ്ക് യു.